ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹിയിലെ യാത്ര എന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവർക്ക് നരകതുല്യമാണ്. തിങ്ങി നിറഞ്ഞ ബസ്സുകൾ, കുളിക്കാത്ത കുറേ മനുഷ്യർ, മൃഗങ്ങളുടെ മണമുള്ള ചില മനുഷ്യർ, പലപ്പോഴും ഓക്കാനം വരും ഡൽഹിയിലെ ബസ് യാത്രകൾ. ഞാൻ പതിവ് പോലെ കോളേജിൽ നിന്നും ലൈബ്രറിയിലേക്കുള്ള ബസ് കാത്തു നിൽക്കുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും ഒരു ബസ്സും ആ വഴി വന്നില്ല. അപ്പോൾ ആരോ പറയുന്നത് കേട്ടു, എന്തോ മിന്നൽ പണിമുടക്കാണത്രേ. നല്ല മഴയും വരുന്നു, എന്തു ചെയ്യുമെന്ന് എനിക്കൊരു പിടിയുമില്ല. മഴക്കാലം ഡൽഹിയിൽ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളത് നല്ല കടുപ്പം തന്നെയായിരിക്കും. അതിശക്തമായ മഴയ്ക്ക് മുന്നോടി എന്ന പോലെ നല്ല തണുത്ത കാറ്റ് ശക്തിയിൽ വീശാൻ തുടങ്ങി. അപ്പോഴാണ് തൊട്ടടുത്ത തിയേറ്ററിൽ നോൺ ഷോയുടെ ബോർഡ് കണ്ടത്. പഴയ ഒരു പടമാണ് അത്. എന്തായാലും കുറേ സമയം പോകും. മഴ മാറുന്നതുവരെ തിയേറ്ററിലിരിക്കാം എന്നായി എൻ്റെ ചിന്ത. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് തിയേറ്ററിൽ ചെന്നു. എന്നിട്ട് ഒരു അപ്പർ ക്ലാസ് ടിക്കറ്റും എടുത്ത് തിയേറ്ററിനുള്ളിൽ കയറി. ഏറ്റവും പിന്നിലെ നിരയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. അടുത്തെങ്ങും ആരും ഉണ്ടായിരുന്നുമില്ല. മുന്നിലെ സീറ്റുകളിൽ കുറച്ചാളുകൾ ഇരിപ്പുണ്ടായിരുന്നു. പെണ്ണുങ്ങളെ ആരെയും തന്നെ തിയേറ്ററിൽ ഞാൻ കണ്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിനിമയുടെ ടൈറ്റിൽ തുടങ്ങി. ഞാൻ എൻ്റെ ബാഗും പുസ്തകങ്ങളും എടുത്ത് തൊട്ടടുത്ത സീറ്റിൽ വെച്ചു. പടം തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ ബ്രീഫ് കേസുമായി തപ്പിത്തടഞ്ഞ് എൻ്റെ അരികിൽ തന്നെ വന്നിരുന്നു. ഇരുട്ടുകൊണ്ട് സീറ്റ് കാണാഞ്ഞിട്ടാണോ അതോ ടിക്കറ്റ് നമ്പർ അനുസരിച്ച് ഇരുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും എന്നെപ്പോലെ തന്നെ അയാളും ബസ് കാത്തു നിന്ന് മടുത്ത് തിയേറ്ററിൽ കയറിയതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അയാളുടെ കയ്യിൽ ബ്രീഫ് കേസും മറ്റും ഉണ്ടായിരുന്നു. സിനിമ കാണുന്നതിനിടയിൽ അയാളുടെ കൈയും എൻ്റെ വലത്തെ കൈയും തമ്മിൽ ഉരസാനിടയായി. ഞാനപ്പോൾ കൈമാറ്റി എൻ്റെ മടിയിൽ വെച്ചു. പടം ഇഴഞ്ഞു നീങ്ങുന്നു. ഇടയ്ക്ക് അയാൾ കാലുകൊണ്ട് എന്നെ ഒന്ന് തോണ്ടി. അടുത്തിരിക്കുന്ന ആൾ വളരെ ഡിസ്റ്റർബ്ഡായി ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്തോ പരതുന്നു, പുളയുന്നു, ഞെളിയുന്നു. എന്തൊക്കെയോ അയാൾ കാണിക്കുന്നു. സമാധാനമായി സിനിമ കാണാൻ എനിക്ക് സാധിച്ചില്ല. എന്താണ് അയാളുടെ പ്രശ്നം എന്നറിയാൻ എനിക്ക് കൗതുകം തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിനിമയിൽ ഒരു ഗാനം തുടങ്ങി. പഴയ ഒരു നടി പൊക്കിളും കാണിച്ച് മരം ചുറ്റി ഓടുന്നു. അതാണ് സീൻ. കുറച്ചു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അയാൾ ആ പെണ്ണിനെ നോക്കി. അയാൾ അയാളുടെ സാധനം പുറത്തേക്കിട്ട് അതിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ബോയ് ഫ്രണ്ട് ഇതേ പരിപാടി എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനായി പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. അതിനായി അവൻ എന്നെ ഇന്ത്യ ഗേറ്റിന് മുൻവശത്തുള്ള പൂന്തോട്ടത്തിലും മറ്റും പലപ്പോഴും വിളിച്ചുകൊണ്ട് പോയിരുന്നു. അടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്നറിഞ്ഞിട്ടും അയാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു വിജിഗീഷുവിനെ പോലെ കൂടുതൽ ശക്തിയായി പിടിക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ സാധനത്തിന് ഒരു കൂറ്റൻ ഗദയുടെ വലിപ്പമുണ്ട്. പക്ഷേ അയാളുടെ അപ്പിയറൻസ് കണ്ടാൽ അങ്ങനെ തോന്നില്ല. അടുത്ത സെക്കൻഡിൽ അയാൾ എൻ്റെ വലതു കൈയെടുത്ത് അയാളുടെ സാധനത്തിൽ പിടിപ്പിച്ചു.